കേരള ബ്ലാസ്റ്റേഴ്സ് ടീം താരനിരയിൽ വൻ മാറ്റങ്ങൾക്കുള്ള പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 1 ആരംഭിച്ച ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ അധ്യായം തുടങ്ങുകയാണ്. കോച്ച് മിക്കായൽ സ്റ്റാറേക്ക് പകരം മറ്റൊരു വിദേശ പരിശീലകനെ കൊണ്ടുവരില്ലെന്ന തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ താരപ്പണയം വാങ്ങൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ക്ലബ് ഇപ്പോൾ. ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിംഗർ KP രാഹുൽ കൂടുതൽ ശ്രദ്ധ നേടുന്ന താരമാണ്. രാഹുലിനായി ഒഡീസ, ചെന്നൈ, ഹൈദരാബാദ് ക്ലബ്ബുകൾ രംഗത്തുണ്ട്. എന്നാൽ ഒഡീസ FC-യിലേക്കാകാം രാഹുലിന്റെ ട്രാൻസ്ഫർ നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൽ 6 സീസണുകൾ പൂർത്തിയാക്കിയ താരം കൂടുതൽ അവസരങ്ങൾ തേടി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അതേസമയം ഡിഫൻഡർ പ്രീതം കോട്ടാൽ, ബ്രൈസ് മിറാണ്ട, സൗരവ് മണ്ഡൽ തുടങ്ങിയ താരങ്ങൾക്കും ട്രാൻസ്ഫർ ചർച്ചകളിലുണ്ട്. ഫ്രഞ്ച് താരം അലക്സാന്ദ്രെ കോയിഫ് ക്ലബ്ബ് വിടുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ സീസണുകളിൽ പ്രതിരോധ നിരയുടെ സ്ഥിരതക്കുറവ് ബ്ലാസ്റ്റേഴ്സിന് പ്രധാന പ്രശ്നമായിരുന്നു. അതിനാൽ പ്രതിരോധ നിര ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ചെന്നൈയിൻ FC-യുടെ സെന്റർ ബാക്ക് ബികാസ് ഹ്യൂമൻ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. കൂടാതെ ഒഡീഷ FC താരങ്ങൾ നരേന്ദർ, അമേയ് രണവാഡെ എന്നിവരെ ടീമിന്റെ റഡാറിലുണ്ട്. ഇവിടെ മറ്റൊരു വലിയ അഭ്യൂഹം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസൺ പരിശീലകനായി സ്പാനിഷ് കോച്ച് സെർജിയോ ലൊബേറ എന്ന പേര് ഉയർന്നു വരുന്നുണ്ട്. ജനുവരി 31 വരെ തുറന്നിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ആരാധകരുടെ പ്രിയ ടീമിൽ മാറ്റങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാണാൻ മുന്നോട്ടുള്ള ദിവസങ്ങൾ കാത്തിരിക്കാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.